കോടതിയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഈ DA വിഷയത്തിൽ ജീവനക്കാർക്ക് മെസ്സേജ് അയക്കുന്നു എന്ന കേസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. അതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് ഹൈക്കോടതി കൈകാര്യം ചെയ്തത്. സർക്കാർ തന്നെ പറഞ്ഞു, സർക്കാരിൻ്റെ സദ്ഭരണത്തെയും സാമൂഹ്യക്ഷേമ നടപടികളെയും മെസ്സേജ് വഴി മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്നാണ് കോടതി ചോദിച്ചത്. DA നൽകുന്നതിന് പ്രചരണം നൽകിയതിനൊപ്പം സർക്കാരിനുള്ള ഹൈക്കോടതിയുടെ അഭിനന്ദനവും പ്രതിപക്ഷം, അതായത് ശക്തിയായ രീതിയിൽ ഇങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് അവർ പോയത്. പക്ഷേ ഹൈക്കോടതി സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത്, നവകേരള സർവേയിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യം സുപ്രീം കോടതിയാണ് ചോദിച്ചത്. സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായി സുപ്രീം കോടതിയിൽ പോയപ്പോൾ സ്റ്റേ ചെയ്യുകയും ക്ഷേമ പദ്ധതികൾക്കായി 100 കണക്കിന് കോടി രൂപ ചെലവഴിക്കുന്ന സർക്കാർ ആ പദ്ധതികൾ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ സർവേ നടത്തിയാൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുകയും ചെയ്തു. ഇന്നലെയാണ് LDF UDF സർക്കാരുകളുടെ കാലത്തെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള PRD പരസ്യത്തെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് ഹൈക്കോടതിയിൽ പോയി കോൺഗ്രസിൻ്റെ ആക്ഷേപം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. പരസ്യം വിവാദമാക്കി UDFൻ്റെ ഇരുണ്ട കാലത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് തടയാനായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ കോടതി അത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം.